ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. കേന്ദ്രവും സംസ്ഥാനങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സഹകരണ ഫെഡറലിസത്തെ കൂടുതൽ അർത്ഥവത്താക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനങ്ങൾക്കിടയിൽ മാത്രമല്ല, ജില്ലകൾക്കിടയിലും ആരോഗ്യകരമായ മത്സരവും സഹകരണ ഫെഡറലിസവും വളർന്നുവരണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. നീതി ആയോഗിന്റെ 6ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സമയം നഷ്ടപ്പെടുത്താതെ അതിവേഗം പുരോഗമിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഈ വർഷത്തെ ബജറ്റിന് ലഭിച്ച മികച്ച പ്രതികരണം രാജ്യത്തിന്റെ മാനസിക അവസ്ഥയെയാണ് പ്രകടമാക്കുന്നത്. അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച സന്ദർശിക്കും. അസമിലെ ധേമാജിയിൽ എണ്ണ, പ്രകൃതിവാതക മേഖലകളിലെ സുപ്രധാന പദ്ധതികൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. പുതിയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ശിലാസ്ഥാപനവും ശ്രീ മോദി നിർവഹിക്കും. പശ്ചിമബംഗാളിലെ ഹുഗ്ലിയിൽ റെയിൽവേ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യ ചൈന 10ാം വട്ട സൈനികതല ചർച്ച ഇന്ന് നടന്നു. നിയന്ത്രണ രേഖയിലെ ചുഷൂൾ മോൾഡോയിൽ ചൈനീസ് ഭാഗത്താണ് ചർച്ച നടന്നത്. ഇരുപക്ഷത്തെയും കോർ കമാൻഡർമാർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. പാങ്കോങ് തടാകത്തിന്റെ വടക്കൻ തെക്കൻ തീരങ്ങളിൽ 1ാംഘട്ട സേനാ പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 1,07,00,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5,27,197 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ കൂടുതൽ പേർക്ക് എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ ശൈലജ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ ഹർഷവർദ്ധന് കത്തെഴുതി. പ്രധാനമായും 2 കാര്യങ്ങളാണ് കത്തിലൂടെ ആവശ്യപ്പെട്ടത്. അവസരം നഷ്ടപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്ക് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും അവസരം നൽകുക, 3ാമത്തെ മുൻഗണനാ ഗ്രൂപ്പിന്റെ വാക്സിനേഷനായി കൂടുതൽ ഡോസ് വാക്സിൻ അനുവദിക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. സംസ്ഥാനത്ത് ഇന്ന് 4,650 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5,841 പേർ രോഗമുക്തി നേടി. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65,968 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 13 മരണം കൂടി കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 4,074 നിലവിൽ 58,606 പേരാണ് ചികിത്സയിലുള്ളത്. 7.05% രോഗസ്ഥിരീകരണ നിരക്ക്. ഇന്ന് പുതിയ 3 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. കേരളത്തിൽ ഒരാഴ്ചയ്ക്കകം കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ 5%-ലധികം കുറവുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗപ്രതിരോധത്തിന്റെ പ്രധാന മാർഗം വാക്സിനേഷനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തിരുവനന്തപുരത്ത് ഇന്ന് 328 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 459 പേർ രോഗമുക്തരായി. നിലവിൽ 3,857 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 651 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 246 പേരാണ്. 13 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3,484 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസും രജിസ്റ്റർ ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും മത്സ്യബന്ധന മേഖലയ്ക്ക് പുരോഗതി ഉണ്ടാക്കാനുമുള്ള ഇടപെടൽ മാത്രമാണ് സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് EMCC എന്ന കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിൽ വൻ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കമ്പനി പ്രതിനിധികൾ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളും പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. KSRTC ജീവനക്കാർക്ക് കുടിശ്ശികയുള്ള 9% DAയുടെ 3 ഗഡുക്കൾ അടുത്ത മാസം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ജൂണിൽ പ്രാബല്യത്തിൽ വരും. KSRTCക്കായി റീസ്ട്രക്ചർ 2.0 എന്ന പേരിൽ പുനഃസംഘടനാ പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമുഖ ശാസ്ത്രജ്ഞനും സാങ്കേതിക വിദഗ്ധനുമായ KPP നമ്പ്യാരുടെ സ്മരണാർത്ഥം കണ്ണൂർ കല്യാശ്ശേരി കെൽട്രോൺ നഗറിൽ നിർമ്മിച്ച ഇലക്ട്രോണിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി നിർവഹിക്കും. KPP നമ്പ്യാരുടെ ജീവിതം, കാഴ്ചപ്പാട്, കൈവരിച്ച നേട്ടങ്ങൾ തുടങ്ങിയവ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം, ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണത്തെക്കുറിച്ചും ശാസ്ത്രീയ പരീക്ഷണങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള സയൻസ് എക്സിബിഷൻ ഹാൾ, ഇലക്ട്രോണിക്സ് രംഗത്തെ ഗവേഷണത്തിനായുള്ള ലബോറട്ടറികൾ, ഡിജിറ്റൽ ലൈബ്രറി എന്നിവ ഉൾക്കൊള്ളുന്നതാണ് 2 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്മാരകം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനുമായി സംസ്ഥാന സർക്കാർ ഇന്ന് വൈകുന്നേരം ഉദ്യോഗസ്ഥ തല ചർച്ച നടത്തി.
ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. സമരം തുടരുമെന്ന് ചർച്ചയ്ക്ക് ശേഷം ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു. PSCയുടെ പുതിയ പരിഷ്കാരം തൊഴിൽ രഹിതരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വെട്ടിനിരത്തുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന ഈ നടപടി വരും തലമുറയോട് കാട്ടുന്ന കൊടും ക്രൂരതയാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരമ്പരാഗത തെരുവ് വിളക്കുകൾ പൂർണ്ണമായും LED-യിലേക്ക് മാറുന്ന നിലാവ് പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കം. ആദ്യഘട്ടത്തിൽ 665 ഗ്രാമപഞ്ചായത്തുകളിലും 46 മുനിസിപ്പാലിറ്റികളിലും നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയ്ക്ക് നാളെ കാസർഗോഡ് തുടക്കമാകും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും. LDFന്റെ വികസന മുന്നേറ്റ ജാഥ സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. മലപ്പുറം ജില്ലയിലായിരുന്നു ഇന്നത്തെ പര്യടനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര തലസ്ഥാനത്തെത്തി നാളെയും തിരുവനന്തപുരത്ത് പര്യടനം തുടരും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്ന പേരുള്ള കേരള ഡിജിറ്റൽ സർവകലാശാല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സർവകലാശാലയ്ക്കാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കണമെന്നും അതിൽ ജലസംരക്ഷണം മുഖ്യ അജണ്ടയായിരിക്കണമെന്നും ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ SM വിജയാനന്ദ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി P. ജഗന്നിവാസൻ. ജലബജറ്റ് മികച്ച ചുവടുവയ്പ്പാണ്. കേരളത്തിൽ ഒരിടത്തും സമഗ്രമായി ഇത് നടത്തിയിട്ടില്ല. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജലജീവൻ മിഷൻ വഴി എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കണം. ഗോത്ര വിഭാഗക്കാരുടെ സംരക്ഷണത്തിന് സമ്പൂർണ്ണ ആസൂത്രണ രേഖ തയ്യാറാക്കണം. സ്വാന്തന പരിചരണം, വയോജനക്ഷേമം, ആരോഗ്യം എന്നീ മേഖലകളിൽ മാതൃകാ പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനും മംഗലാപുരത്തെ തൊഴിൽ ഉടമകളുമായി ചേർന്ന് കാസർഗോഡ് ജില്ലയിലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റർനെറ്റിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് മന്ത്രി EP ജയരാജൻ. ഈ കേരളം വിജയവീഥി പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പരിചയപ്പെടാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനുമുള്ള അവസരം ഈ കേരളം പദ്ധതിയിലൂടെ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് യൂണിസെഫിന്റെ അംഗീകാരം ലഭിച്ചത് ഏറെ അഭിമാനകരമാണെന്ന് മന്ത്രി C. രവീന്ദ്രനാഥ്. കോവിഡ് കാലത്ത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിച്ച സർക്കാരിന്റെ സംഘാടക മികവിനെയാണ് യൂണിസെഫ് പ്രശംസിച്ചത്. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ പാതിരപ്പള്ളി KSDPയിൽ നിർമ്മാണം പൂർത്തിയായ നോൺ ബീറ്റ ലാക്ടം ഇഞ്ചക്ഷൻ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ഓങ്കോളജി ഫാർമ പാർക്കിന്റെ ശിലാസ്ഥാപനവും തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരള വനിതാ കമ്മീഷന്റെ എറണാകുളം ജില്ലയിലെ മെഗാ അദാലത്ത് ഈ മാസം 24-25 തീയതികളിലായി നടക്കും. എറണാകുളം ചിറ്റൂർ റോഡിലെ YMCA ഹാളിൽ 24 രാവിലെ 10:30 മുതൽ അദാലത്ത് ആരംഭിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ 2019 സ്വച്ഛ് ഭാരത് സമ്മർ ഇന്റേൺഷിപ്പ് പുരസ്കാരം തൃശൂർ ജില്ലയിലെ 2 കോളേജുകൾക്ക് ലഭിച്ചു. അച്യുതമേനോൻ കോളേജ് ജില്ലയിൽ 1ാം സ്ഥാനവും വിമല കോളേജ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കും. ജില്ലാ വരണാധികാരികൾ കൂടിയായ കളക്ടർമാർക്കാണ് ഇതിന്റെ ചുമതല. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുടെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് സൊഹലി, ബംഗാരം, തിന്നങ്കര ദ്വീപുകൾ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. പൊതുഭരണത്തിൽ മാതൃഭാഷയുടെ പ്രയോഗം വർദ്ധിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി M. വെങ്കയ്യനായിഡു പറഞ്ഞു. വൈജ്ഞാനിക, മാനസിക, വ്യക്തിത്വ വികസനം, വിദ്യാഭ്യാസം, പഠനം എന്നിവയ്ക്ക് മാതൃഭാഷ സുപ്രധാനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ കൊച്ചി പതിപ്പ് നാളെ സമാപിക്കും. അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ വൻപിച്ച പ്രേക്ഷക പിന്തുണയോടെയാണ് മേള മുന്നേറുന്നത്. ISLൽ ഇപ്പോൾ ജംഷഡ്പൂർ FC മുംബൈ സിറ്റി FCയെ നേരിടുന്നു. ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജപ്പാൻ താരം നവോമി ഒസാക്കയ്ക്ക്.
അമേരിക്കയുടെ ജെന്നിഫർ ബ്രാഡിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ആണ് ഒസാക്ക പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.